ധർമ്മട മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച അബ്ദുൾ റഷീദ് ഒഞ്ചിയത്ത് ടിപിയുടെ വീട്ടിലും വള്ളിക്കാട് ടിപി സ്ക്വയറിലും എത്തി അഭിവാദ്യം അർപ്പിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ധർമ്മട മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച അബ്ദുൾ റഷീദ് ഒഞ്ചിയത്ത് ടിപിയുടെ വീട്ടിലും വള്ളിക്കാട് ടിപി സ്ക്വയറിലും എത്തി അഭിവാദ്യം അർപ്പിച്ചു. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി എടുത്ത സമീപനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം പറഞ്ഞു. ചന്ദ്രശേഖരന്റെ കൊലയാളികളെ സംരക്ഷണം നൽകുന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത്. ലോക മലയാളികളെ മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ 6 റൗണ്ട്. സാങ്കേതികമായി പിണറായി ധർമ്മടത്ത് വിജയിച്ചുവെങ്കിലും രാഷ്ട്രീയപരമായി പരാജയമാണ് അവിടെ സംഭവിച്ചതെന്ന് റഷീദ് പറഞ്ഞു. എത്രയോ കാലമായി ഇടതുപക്ഷം മാത്രം ഭരിച്ച പഞ്ചായത്തുകളിലാണ് ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞത്. യഥാർത്ഥ കുലംകുത്തി ആരാണെന്ന് ജനം വിധിയെഴുതി. ഈ വിജയം ടിപിയുടെ രക്തസാക്ഷിത്വത്തിന് സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിന്റെ വിജയമായിട്ടാണ് കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം പിണറായി വിജയന്റെ യഥാർത്ഥ കുലംകുത്തി ആരാണെന്ന് ധർമ്മടത്തെ ജനങ്ങൾ തന്നെ വിധിയെഴുതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത്. പിണറായി വിജയൻ ഈ കേരളത്തിൽ ചെയ്ത കഴിഞ്ഞ 6 പതിറ്റാണ്ട് രാഷ്ട്രീയത്തിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ക്രൂരതകൾക്കും ഭരണാധികാരി എന്ന നിലയിൽ ചെയ്ത എല്ലാ തെറ്റായ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ജനത്തിൻ്റെ മുഖമടച്ചുള്ള ഒരു പ്രഹരമായിരുന്നു ഈ 6 റൗണ്ടിലെ അദ്ദേഹത്തിൻ്റെ പുറകോട്ട് പോക്ക്. ഇടതുപക്ഷം മാത്രം ഭരിച്ച പഞ്ചായത്തുകളിലാണ് അദ്ദേഹം 6 റൗണ്ട് ലോകത്തെ മുഴുവൻ മലയാളികളുടെ മുമ്പിലും 10 വർഷക്കാലം എല്ലാ അധികാരമുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നിട്ടും സ്വന്തം മണ്ഡലത്തിൽ പിറകിൽ പോകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവി കൊണ്ട ബീജാഭാവം കൊണ്ട പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന AKGയുടെ ജന്മനാട് ഉൾപ്പെടുന്ന ധർമ്മട മണ്ഡലത്തിൽ ഒരു എന്താ പറയുക പരാജയപ്പെട്ടതിന് തുല്യമായൊരു വിജയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ. സാങ്കേതികമായ വിജയമാണ്, രാഷ്ട്രീയപരമായി പരാജയപ്പെട്ടു. സ്വാഭാവികമായും മഹാനായ ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷവും കൊടും കൊലയാളികളെ അവർക്കെല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തതിന്, ഇപ്പോഴും അവർക്ക് രാഷ്ട്രീയപരമായ സംരക്ഷണം നൽകുന്നതിന് ജനം കൊടുത്ത വിധിയാണ്. ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വടകരയുടെ വികസന നായിക ശ്രീമതി KK രമയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന പരാമർശങ്ങൾ, അവർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, അതിനെതിരെ കൂടി ധർമ്മടത്തെ ജനങ്ങൾ വിധിയെഴുതുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ലോകത്തെ മുഴുവൻ മലയാളികളുടെയും ആഗ്രഹങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ 6 റൗണ്ടിലെ അദ്ദേഹത്തിൻ്റെ പുറകോട്ട് പോക്ക്. ഇതൊരു താക്കീതാണ്, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. തീർച്ചയായും ലോകത്തെ മുഴുവൻ മലയാളികളും അതിനകത്ത് അഭിമാനം കൊള്ളുകയാണ്. ഈ ജയം ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വത്തിന് കൂടി, ഈ 6 റൗണ്ടിലെ വിജയം രക്തസാക്ഷിത്വത്തിന് കൂടി സമർപ്പിക്കാനാണ് അദ്ദേഹം വെട്ടേറ്റ് വീണ അദ്ദേഹത്തിൻ്റെ വള്ളിക്കാടുള്ള സ്മൃതി മണ്ഡപത്തിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും വന്ന് അത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് കൂടി സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനിവിടെ കടന്നു വന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.